Ladies and gentlemen, welcome to Shamsi for Tech. ആദ്യം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ വീഡിയോ സ്കിപ്പ് ഒന്നും ചെയ്യാണ്ട് വീഡിയോസ് ഫുള്ളായിട്ട് കാണാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വീഡിയോ അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പം എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ആദ്യം ടെക് ന്യൂസിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യത്തെ ടെക് ന്യൂസ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് ഉണ്ട്. അതായത് സാംസങ്ങിൻ്റെ One UI 7.0 ബേറ്റ വെർഷൻ ഈ മാസം 17 ഇറങ്ങാൻ പോകുന്നുണ്ട്. പക്ഷേ ഞാനിതൊരു 5 ദിവസം മുന്നേ പറയേണ്ട ഒരു അപ്ഡേറ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു ദിവസം പറയേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ One UI ബേറ്റയുടെ 7.0 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ജാനുവരി 25 അതിൻ്റെ ഫുൾ വേർഷൻ അവരുടെ ഗാലക്സി S25 സീരീസിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബേറ്റ എടുക്കാൻ ട്രയൽ ഔട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രയൽ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അറ്റ് യുവർ റിസ്ക് യു ഹാവ് ടു ടേക്ക് ഇറ്റ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ OnePlus 12R ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഓക്സിജൻ OSന്റെ 15 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ Android 15 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് കൂടെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും OnePlusന്റെ സൈഡിൽ നിന്നാണ്. OnePlus 13 എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോൺ, ഈ മാസം ഇറങ്ങിയ ഫ്ലാഗ്ഷിപ്പ് സ്നാപ്ഡ്രാഗന്റെ 8 ഇലൈറ്റ് എന്ന് പറഞ്ഞ ചിപ്സെറ്റ് വെച്ച് ഇറങ്ങിയ OnePlus 13 മാക്രോ മോഡ് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും എന്നാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് ട്രയൽ ഔട്ട് ചെയ്യുക. കാരണം ഇതിൽ ബിൽറ്റ് ഇൻ മാക്രോ ലെൻസ് ഇല്ലാത്തത് കൊണ്ട് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഇപ്പോൾ OnePlus 13 ആ ഒരു ഓപ്ഷൻ ഇപ്പം നിലവിൽ കൊടുത്തിട്ടുള്ളത്. ഐക്യൂന്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഐക്യു 2 പുതിയ ഫ്ലാഗ്ഷിപ്പ് സീരീസുകൾ നവംബർ 26 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഒന്ന് ഐക്യുവിൻ്റെ നിയോ 10 പ്രോവും ഐക്യു നിയോ 10 ആണ് വരാൻ പോകുന്നത്. ഇതിലുള്ള ഒരു പ്രത്യേകത കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ 2 ഫോണുകളും ഇറങ്ങാൻ പോകുന്നത്. പിന്നെ LTPOന്റെ 8T ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് ബോയി കമ്പനിയാണ് ഈ ഐക്യുവിൻ്റെ നിയോ 10 സീരീസിന് ഡിസ്പ്ലേ ഉണ്ടാക്കി കൊടുക്കുന്നത്. 120 വാട്ട്സിൻ്റെ ചാർജറും 6160 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഈ 2 ഐക്യു നിയോ 10 സീരീസ് സ്മാർട്ട് ഫോണുകൾ വരാൻ പോകുന്നത്. ഇതിൽ ഐക്യു നിയോ 10 പ്രോന്റെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റാണ് ഇപ്പോൾ നിലവിലത്തെ ലേറ്റസ്റ്റ് ജനറേഷൻ ചിപ്സെറ്റാണ് അവർ യൂസ് ചെയ്യാൻ പോകുന്നത്. മീഡിയാടെക്കിൻ്റെ Dimensity 9400 ചിപ്സെറ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഐക്യു നിയോ 10 യൂസ് ചെയ്യുന്നത് പ്രീവിയസ് ജനറേഷനായ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റ് വെച്ചിട്ടും ഇറങ്ങുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കൂടെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറാണ്. ഒരു തരം അടിപൊളി ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു കളർ വരുന്നുണ്ട്. ഒരു ഓറഞ്ച് കളർ, കാണാൻ ഒരു രക്ഷയല്ല. കിഡിലോൾസ്കി കളറാണത്. ഒരു വളരെ യുണീക്ക് കളറാണത്. ഞാൻ അതിൻ്റെ ഒരു റെൻഡർ ഇതിലിടുന്നുണ്ട്, പോയിട്ട് നിങ്ങൾ കാണാം. അടിപൊളി കളർ. വാവ് വാവ് എന്ന് പറഞ്ഞാൽ വാവ് എന്ന് പറയാനുള്ളൂ. അടിപൊളി കളർ, ഒരു രക്ഷയില്ല. റിയൽമിയുടെ 14 സീരീസ് അടുത്ത മാസം ജാനുവരി 25 2025 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ റിയൽമിയുടെ 14 പ്രോ പ്ലസ് പിന്നെ 14X എന്ന് പറഞ്ഞ മോഡൽ ചിലപ്പോൾ വരാനും സാധ്യത ഉണ്ട്. പക്ഷെ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റിയൽമിയുടെ 14 പ്രോ ലൈറ്റ് എന്ന് പറഞ്ഞ വേർഷനും അവർ ലോഞ്ച് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ഫോർ ജാനുവരി 25. പിന്നെ സാംസങ്ങിൻ്റെ Z Flip ഫാൻ എഡിഷൻ എന്ന് പറയുന്ന ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട്. അതിൻ്റെ ചിപ്സെറ്റ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് എക്സിനോസിൻ്റെ 2400 എന്ന് പറയുന്ന പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഗാലക്സി S24 FE അതേ സെയിം ചിപ്സെറ്റാണ് ഈ ഗാലക്സി
ഫ്ലിപ്പ് FEക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫാൻ എഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ജനറൽ പ്രൈസ് കുറച്ച ഒരു ചിപ്സെറ്റാണ്. അപ്പോൾ ചിലപ്പോൾ ഇതിലൊരു 12 GB റാം അല്ലെങ്കിൽ ഒരു 8 GB റാമൊക്കെ വെച്ചിട്ട് ഇറങ്ങാനാണ് സാധ്യത. ഒന്നില്ലെങ്കിൽ ഓൺ ബോർഡ് സ്റ്റോറേജ് 256 അല്ലെങ്കിൽ 128 വെച്ചിട്ട് സാംസങ് ഇറക്കാനും സാധ്യതയുണ്ട്. ഈ Z Flip FE എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ അല്ലെങ്കിൽ 256 8 GB വേരിയൻറ്റും ഇറങ്ങാനും സാധ്യത. പക്ഷേ എൻ്റെ ഒരു നിഗമനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് 12 GB ഇറങ്ങാൻ ഉള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നത്തിങ് കമ്പനിയുടെ ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് നത്തിങ് 2A യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കുള്ളൊരു അപ്ഡേറ്റും കൂടിയാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ആ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ അപ്ഡേറ്റിൽ ഇനി നമുക്ക് വിഡ്ജറ്റ്സുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതായത് നത്തിങ് ടു നത്തിങ് ഫോൺസുകൾ അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നത്തിങ് 2A ഉണ്ട് അല്ലെങ്കിൽ നത്തിങ് 2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസിൻ്റെ വിഡ്ജറ്റ്സ് ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷെ അത് സർക്കിൾ ഷേപ്പിലുള്ള വിഡ്ജറ്റ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പകരം അത് റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ആ ഒരു വിഡ്ജറ്റ്സ് നിങ്ങൾക്ക് നത്തിങ് 2Aലും 2ലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇത് നേരത്തെ അപ്ഡേറ്റ് വന്നത് നത്തിങ് 2ൽ ഈ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. ആ ഒരു അപ്ഡേറ്റിൻ്റെ അതേ സെയിം അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ നത്തിങ് 2Aലും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഏതോ ഒരു വലിയൊരു ടീം മെസ്സേജ് ചെയ്തപ്പോൾ അവർ അതിനുള്ള ഫീഡ്ബാക്ക് നമുക്ക് കിട്ടി. ആ ഫീഡ്ബാക്കിൽ തന്നെ അവർ ഈ ഒരു അപ്ഡേറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ നത്തിങ് 2ഉം 2Aലും പബ്ജി ഇനി നമുക്ക് 90 frames per second നമുക്ക് കളിക്കാൻ പറ്റും. പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നതിൽ നമുക്ക് 90 FPS നമുക്ക് കളിക്കാൻ പറ്റും എന്നാണ് നത്തിങ്ങിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ ഫോണിലെ പബ്ജി ഞാൻ കളിച്ചിട്ടില്ല. പബ്ജി കളിക്കുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത്, നിങ്ങൾ ഈ ബേറ്റ വെർഷൻ അപ്ഡേറ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡിസംബർ ഒരു 7-8 തീയതി ആയിട്ട് ഇവരുടെ ഫുൾ വെർഷൻ അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. ആ അപ്ഡേറ്റിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. 90 FPS പോലും നമുക്ക് പബ്ജി കളിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിസംബറിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അപ് ടു യു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫീലിംഗ് ആണ് തോന്നിയത്. നത്തിങ്ങിൻ്റെ OS 3.0 ഇറ്റ്സ് സംതിങ് വെരി ഔട്ട് ഓഫ് ദ യൂണീക്ക് ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് 15 സ്റ്റെബിലിറ്റി ഇറ്റ്സ് സംതിങ് ഔട്ട് ഓഫ് ദ ബോക്സ് ആണെന്ന് പറയാനുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താം. ഹോണറിൻ്റെ ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ അങ്ങ് ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഹോണറിൻ്റെ മാജിക് 7 SR എന്നാണ് പേര്. അതായത് പോർഷിൻ്റെ ടൈക്കൻ ടർബോ GTR എഡിഷൻ ആണ് ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോണത്. ഇവിടെ എന്ന് ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെയായിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട്സും കാര്യങ്ങളും ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണും കൂടിയാണ്. അതായത് സ്നാപ്ഡ്രാഗൻ്റെ 80 ലൈറ്റ് ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ ഇറങ്ങാൻ പോകുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് ഉണ്ട്. ഇത് LTPO ഡിസ്പ്ലേയും കൂടിയാണ്. അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റ് ആണ്. അതായത് 1 Hz to 120 Hz വരെ നമുക്കിത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അത് 6.8 OLED സ്ക്രീനും 100 വാട്ട്സിൻ്റെ ചാർജർ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ അത് മാത്രമല്ല 80 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് അടക്കം ഇതിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിലിടുന്നുണ്ട്. ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു വില ഒരു 6000 dirhams ഒക്കെയാണ് ഞാൻ ഈ ഒരു ഫോണിന് പ്രതീക്ഷിക്കുന്ന വില. കാരണം പോർഷ് ഡിസൈനാണ്. 5 വർഷത്തെ അപ്ഡേറ്റ് അല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. 5 രാജ്യങ്ങളിലെ ചാർജർ ഈ ഒരു ഫോണിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമുള്ളൊരു കാര്യമാണ്. 5 രാജ്യങ്ങളിലൊക്കെ ചാർജർ ആ ഒരു ഫോണിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് എസ്പെഷ്യലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. 5 രാജ്യങ്ങളിലെ ചാർജർ നമുക്ക് കിട്ടാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ റെൻഡർ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. ഇഷ്ടപ്പെട്ടവർ ഒന്ന് പോയിട്ട് പേടിക്കാം. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 80 ലൈറ്റാണ്. ആൻഡ്രോയിഡ് ബെഞ്ച് മാർക്കൊക്കെ വരുമ്പോൾ ഇപ്രാവശ്യമൊക്കെ 3 മില്യൻ്റെ അടുക്കൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇപ്രാവശ്യം ബെഞ്ച് മാർക്കിൻ്റെ ലിസ്റ്റുകൾ വരാൻ
പോകുന്നത്. ഓപ്പോന്റെ ഒരു പുതിയൊരു പാഡ് വരാൻ പോകുന്നുണ്ട്. ഓപ്പോ പാഡ് 3 എന്നാണ് ആ ടാബ്ലറ്റിന്റെ പേര്. പിന്നെ അത് മാത്രമല്ല, നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റും കൂടിയാണ്. മീഡിയടെക്കിന്റെ ഡിമെൻസിറ്റി A350 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് വരാൻ പോകുന്നത്. ഇതിന്റെ ക്ലോക്കിംഗ് സ്പീഡ് 3.4 GHz ക്ലോക്കിംഗ് സ്പീഡാണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ ഇത് 11.6 ഇഞ്ചിന്റെ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 2.8K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യും. HDR10+ വീഡിയോ ഒക്കെ ഇതിൽ വർക്ക് ചെയ്യും. പിന്നെ സൗണ്ട് ക്വാളിറ്റി ഡോൾബി അറ്റ്മോസ് ഒക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ബാറ്ററി ബാക്കപ്പ് 9510 mAh ബാറ്ററി ബാക്കപ്പാണ് വരുന്നത്. 67 വാട്ട്സിൻ്റെ സൂപ്പർ വൂക്ക് ചാർജറാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ലോഞ്ചിങ് വരുന്നത് നമ്മുടെ ചൈനയിലാണ്. അതിനുശേഷം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഈ ഒരു പാഡ് 3 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ടാബ്ലറ്റും കൂടിയാണ്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. പ്രൈസ് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 85,000 ഒരു 79,000 ഉള്ളിൽ വരാനും സാധ്യതയുണ്ട്. ഒരു നിഗമനമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അതിനും വില കൂടാനും സാധ്യതയുണ്ട്. പക്ഷെ നല്ലൊരു ടാബ്ലറ്റ് ആണ്. എസ്പെഷ്യലി ഫോർ ഗെയിമേഴ്സിന്, എഡിറ്റേഴ്സിനൊക്കെ പറ്റിയ ഒരു അഡാർ മുതലാണ് ഈ ഓപ്പോന്റെ പാഡ് 3 എന്ന് എനിക്ക് പറയാനുള്ളത്. മോട്ടറോളക്കാർക്ക് ഒരു സന്തോഷ വാർത്ത പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടറോളന്റെ ഡിവൈസുകൾ 30 ഡിവൈസുകൾക്ക് ആൻഡ്രോയിഡ് 15 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. അപ്ഡേറ്റുകളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോന്റെ ലിസ്റ്റുകളിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ 30 ഡിവൈസുകളിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ എത്ര അപ്ഡേറ്റ് പറയാനുള്ളത്, നമ്മുടെ ഹുവാവിയുടെ CEO റിച്ചാർഡ് റിയോന്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേറ്റ് 70 സീരീസ് നവംബർ 26 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതും കിറിന്റെ 9100 ചിപ്സെറ്റ് വെച്ചിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അത് അങ്ങ് ചൈനയിലാണ് ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് നടക്കുന്നത്, നവംബർ 26. സാംസങ്ങിൻ്റെ പഴയ വാച്ച് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പഴയ സീരീസുകളിലും അവരുടെ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 1UI 6.0 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റുകളൊക്കെ ഞാൻ ഇതിലിടുന്നുണ്ട്. പോയിട്ട് നിങ്ങൾ കാണാം, പോയിട്ട് നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഓപ്പോക്കാർക്ക് ഒരു സന്തോഷ വാർത്ത പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോന്റെ കളർ OS 15 സർക്കിൾ ടു സെർച്ചിന്റെ ഫീച്ചറും വരുന്നുണ്ട്. അതുമാത്രമല്ല ജെമിനിക്ക് ഇച്ചിരി കൂടെ ഇമ്പ്രൂവ്മെന്റ് അവർ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓപ്പോ യൂസ് ചെയ്യുന്ന ആൾക്കാർ അവർക്കുള്ള അപ്ഡേറ്റ് ആണ് ഈ പറഞ്ഞത്. അപ്പോൾ പുതിയ റെനോ 13 സീരീസിന് സർക്കിൾ ടു സെർച്ച് വരുന്നുണ്ട്. ജെമിനിയിലും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ 13 സീരീസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ തന്നെ 12 സീരീസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഒരു അപ്ഡേറ്റ് ബാധകമാണ്. റിയൽമിയുടെ 14X എന്ന് പറയുന്ന മോഡല് ജാനുവരി ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. സെയിം അവരുടെ മുന്നത്തെ മോഡൽ റിയൽമി 12Xന്റെ അതേ സെയിം ഡിസൈൻ വെച്ചിട്ടാണ് ഇറക്കാൻ പോകുന്നത്. ബാറ്ററിയിൽ ഇച്ചിരി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ചിപ്സെറ്റിന്റെ കാര്യത്തിൽ ഇതുവരെയായിട്ട് അവർ ഒഫീഷ്യലായിട്ട് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജാനുവരിയിൽ വെയിറ്റ് ചെയ്യാം എന്ത് ചിപ്സെറ്റ് ആയിരിക്കും, പിന്നെ ബാറ്ററിയിൽ എന്ത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അന്ന് കണ്ടറിയാം. ഇനി ഓപ്പോന്റെ കാര്യത്തിൽ വരുമ്പോൾ ഓപ്പോന്റെ കളർ OS 15 ഗ്ലോബൽ റോൾ ഔട്ടിന്റെ സ്കെഡ്യൂള് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതും ഇതിൽ ഇടുന്നുണ്ട്, പോയിട്ട് കാണാം. അപ്പോൾ ആരെങ്കിലും ഈ ഓപ്പോന്റെ ഈ ഫോണുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കളർ OS 15 നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം. വിവോന്റെ കുറച്ച് ലൈനപ്സുകൾ വരാൻ പോകുന്നുണ്ട്. അതിൽ വിവോന്റെ 50 സീരീസിന്റെ ലൈനപ്സുകൾ വരുന്നുണ്ട്. വിവോ 50, 50E, 50 ലൈറ്റ് എന്ന് പറയുന്ന സീരീസ് വരാൻ പോകുന്നുണ്ട്. Y സീരീസിൽ Y29 5G അല്ലെങ്കിൽ 4G സീരീസ് ആണ് വരാൻ പോകുന്നത്. പക്ഷെ മിഡിൽ ഈസ്റ്റിലേക്ക് വരുമ്പോൾ ഇത് 5G നെറ്റ്വർക്ക് വെച്ചിട്ടായിരിക്കും ഇറങ്ങുക. ബാക്കി വിവോന്റെ ആ 50 എന്ന് പറയുന്ന സീരീസ് ഒക്കെ 5G നെറ്റ്വർക്ക് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ കാൾ സൈസ് വിട്ടിട്ടുള്ള ഒരു കളിയും
വിവോ കളിക്കാറില്ല. കാരണം വിവോ V40 കാൾ സൈസിൻ്റെ ലെൻസാണ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോണും കൂടെ. കാൾ സൈസിൻ്റെ ഒപ്റ്റിക്സ് ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഡെപ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനവിടെ ഷറഫ് DGയിലുള്ള സമയത്ത് ഒക്ടോബറിൽ ഞാനവിടെ ട്രയൽ ചെയ്തിരുന്നു. ഹോണർ 200-നെക്കാട്ടും വൺ ഓഫ് ദ ബെസ്റ്റ് ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതും സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 ചിപ്സെറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇറക്കിയത്. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സത്യം. ഈ പ്രാവശ്യം V50 സീരീസിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാൾ സൈസിൻ്റെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ലെൻസ് കൊണ്ടുവരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൊണ്ടുവരും മാത്രമല്ല, ആ ഒരു പ്രതീക്ഷ കൂടെ ഉണ്ട്. അവർ കുറച്ചും കൂടെ ആ V40 സീരീസിനെക്കാട്ടി നല്ല ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റും ചിപ്സെറ്റിൻ്റെ കാര്യത്തിലും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് വേണമെങ്കിൽ എനിക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ Y29ൻ്റെ കാര്യത്തിലും ചിപ്സെറ്റിൻ്റെ കാര്യത്തിലും കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരും എന്ന് പ്രതീക്ഷ. കാരണം ബാക്കിയുള്ള ബ്രാൻഡ്സിനൊക്കെ വെച്ച് വരുമ്പോൾ നമുക്കൊരു ടഫർ കോമ്പറ്റീഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ക്യാമറ സെൻസറും കുറച്ചും കൂടെ ബെറ്റർ ചിപ്സെറ്റും വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്. അപ്പോൾ എന്തായാലും വിവോൻ്റെ ഈ പറഞ്ഞ എല്ലാ ലൈനപ്പുകളും അടുത്തന്നെ വരും. ഒരു ജാനുവരി ഫെബ്രുവരി ആ ഒരു ടൈം ഡ്യൂറേഷൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ലോഞ്ച് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ V40 സീരീസ് ഡിസ്കണ്ടിന്യൂഡ് ആവും. അതേപോലെ Y28S എന്ന് പറഞ്ഞ ആ ഒരു മോഡലും ഡിസ്കണ്ടിന്യൂഡ് ആവും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസങ്ങളിൽ വിവോക്കാർക്ക് വെയിറ്റ് ചെയ്യുക. നല്ലൊരു കിഡിലോൾസ്കി ഫോണ് ഒന്നില്ലെങ്കിൽ ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിലും ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. നൂബിയയുടെ 70 Ultra എന്ന് പറയുന്ന സ്മാർട്ട് ഫോണ് ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 ചിപ്സെറ്റ് വെച്ചിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ബോയിൻ്റെ AMOLED സ്ക്രീനാണ്. 6.8-ൻ്റെ AMOLED സ്ക്രീൻ, 144 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്, 6150 mAh ബാറ്ററിയാണ് വരുന്നത്. അതും കാർബൺ സിലിക്കോണിൻ്റെ ബാറ്ററി വെച്ചിട്ടാണ് റിലീസ് ചെയ്യുന്നത്. 80 വാട്ട്സിൻ്റെ ചാർജറാണ് ഇതിൽ ഇറക്കുന്നത്. പിന്നെ ബെസൽലെസ് ഡിസ്പ്ലേയും കൂടെ ഇതിൽ വരാൻ പോകുന്നുണ്ട്. വേൾഡിലെ ഏറ്റവും തിന്നസ്റ്റ് ബെസൽ ഡിസ്പ്ലേ ആയിരിക്കും ഈ നൂബിയയുടെ 70 Ultraക്ക് വരാൻ പോകുന്നത്. അതുമാത്രമല്ല IP69 റേറ്റിംഗ് ആണ് വരാൻ പോകുന്നത്. അതായത് തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ആവി വരുമല്ലോ. ആ ആവികൾ പോലും ഇതിന് ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഫോണാണ് ഈ IP69 എന്ന് പറഞ്ഞ ഈ ഒരു റേറ്റിംഗ്. അതടക്കം ഈ നൂബിയയുടെ 70 Ultraക്ക് താങ്ങാൻ പറ്റും. പിന്നെ ഇത് വേരിയബിൾ അപ്പർച്ചറും കൂടിയാണ്. വേരിയബിൾ അപ്പർച്ചർ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. 35mm ലെൻസ് വെച്ചിട്ടാണ് ഇത് ഇറക്കാൻ പോകുന്നത്. വാട്സാപ്പിൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയ അടിപൊളി അപ്ഡേറ്റ് വരാൻ പോകുന്നു. അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടിയാണ്. അതായത് ഇനി നമ്മളെ വോയിസ് മെസ്സേജ് നമ്മൾ ആർക്കെങ്കിലും അയക്കില്ല, ആ അയക്കുന്ന ആൾക്കാർക്ക് അത് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വോയിസിൽ ഇംഗ്ലീഷ് പറയണ അതിൻ്റെ ഒരു ടൈറ്റിൽ അവിടെ എഴുതി കാണിക്കും. ആ ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഈ രാത്രി സമയത്ത് ബാച്ചിലേഴ്സ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് നമ്മൾ വോയിസ് മെസ്സേജ് അയക്കൊടുക്കുമ്പോൾ മറ്റുള്ള ഉറങ്ങുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. ആ ഡിസ്റ്റർബൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വാട്സാപ്പ് ട്രാൻസ്ക്രിപ്റ്റ് ഇറക്കുന്നത്. ഇത് ഇൻ്റർനാഷണൽ ലാംഗ്വേജസിൽ ഇപ്പോൾ കറൻ്റ്ലി ഇതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുള്ളൂ. ഒന്ന് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പെയിന് പോലത്തെ ലാംഗ്വേജസുകളിൽ മാത്രമേ ഇപ്പോൾ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് വാട്സാപ്പിൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു അപ്ഡേറ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടി എൻ്റെ ഫോണിലും നിങ്ങളെ ഫോണിലും ഞാൻ വെയിറ്റ് ചെയ്യണം. ഞാൻ ആദ്യം അതൊന്ന് ഇന്ത്യൻ റീജിയനിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറയുകയാണ്. വാട്സാപ്പ് യൂസ് ചെയ്യുന്ന ഇന്ത്യൻ റീജിയനിൽ അപ്ഡേറ്റുകൾ വേഗം ഇന്ത്യൻ റീജിയൻ്റെ നമ്പറുള്ള വാട്സാപ്പിന് വേഗം കിട്ടും. UAE റീജിയനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പെട്ടെന്ന് കിട്ടുക ഇന്ത്യൻ റീജിയനിലാണ്. അതൊരു നല്ലൊരു ട്രിക്കാണ്. നിങ്ങൾ ആ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്യണം.
അപ്പോൾ ഞാൻ ഇന്ത്യൻ നമ്പറിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്ഡേറ്റ് വന്നതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് സത്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തത്. ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുക, അത് എസ്പെഷ്യലി ഫോർ വോയിസ് മെസ്സേജിൽ എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഫീച്ചറാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളും ട്രയൽ ഔട്ട് നിങ്ങളും ചെയ്യുക. പേഴ്സണലായിട്ട് ട്രയൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫേസ്ബുക്ക് മെസ്സഞ്ചറിൻ്റെ ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് HD കോൾ നമുക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല നമുക്ക് AI ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇനി ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ HD കോളിങ്ങും ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു അപ്ഡേറ്റ് കൂടെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്ഡേറ്റിൻ്റെ കൂടെ ഉള്ളൊരു കാര്യമാണ് ഇതിൽ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ HD കോളിങ് ചെയ്യുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ ഓഡിയോ കോൾ അല്ലെങ്കിൽ വീഡിയോ കോൾ. ആരെങ്കിലും ഇത് രണ്ടും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അയാൾക്കൊരു വോയിസ് ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു റിമൈൻഡറായിട്ട് നമുക്ക് അയച്ച് കൊടുക്കാൻ പറ്റും. അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണം, നിങ്ങൾ HD കോളിങ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ ഓഡിയോ കോൾ അല്ലെങ്കിൽ വീഡിയോ കോള് ചെയ്യുക, നിങ്ങൾ ചെയ്തിട്ട് അയാൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാൾക്ക് വോയിസ് ക്ലിപ്പ് ഇട്ടിട്ട് റിമൈൻഡർ കൊടുക്കാം, ഒന്ന് എന്നെ തിരിച്ച് വിളിക്കുക എന്ന് പറഞ്ഞിട്ട്. നല്ലൊരു അപ്ഡേറ്റാണ്. നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ട്രൈ ചെയ്യണം എന്നാണ് പറയണത്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ VPN വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ എത്ര മിനിറ്റാണ് ആളെ വിളിക്കണം, അത്ര മിനിറ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്നെ അറിയിക്കാം. ഞാൻ സജസ്റ്റ് ചെയ്യില്ല VPN ചെയ്യാൻ, കാരണം ഇവിടെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ VPN വെച്ചിട്ട് ചെയ്യാം നമുക്ക്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ. VPN എത്ര മിനിറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യണം, അത്ര മിനിറ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ അറിയിക്കാം. LG ഈ മാസം ഒരു അഡാർ ഗെയിമിംഗ് മോണിറ്റർ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതും 27 ഇഞ്ചിൻ്റെ ഗെയിമിംഗ് മോണിറ്ററാണ് വരാൻ പോകുന്നത്. WOLED എന്നാണ് അതിൻ്റെ റെസൊല്യൂഷൻ. അതായത് രമണ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് OLED ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഈ ഒരു ഗെയിമിംഗ് മോണിറ്റർ ഇറക്കാൻ പോകുന്നത്. 480 Hz റിഫ്രഷിംഗ് റേറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഗെയിമിംഗ് മോണിറ്റർ ഇറക്കാൻ പോകുന്നത്. OLEDൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് എന്ന് പറയുന്ന കളറിന് ഏറ്റവും കൂടുതൽ സാച്ചുറേഷനും വൈബ്രൻസിയും പ്രിഫറൻസ് നൽകിയ ഒരു ഡിസ്പ്ലേ ആണ് OLED. ഇപ്രാവശ്യം ഒരുപാട് ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരം വൈറ്റിനും ബ്ലാക്കിൻ്റെ അതേ പ്രിഫറൻസാണ് ഇപ്പോൾ വൈറ്റിനും OLED ഡിസ്പ്ലേക്ക് LG കൊടുത്തിരിക്കുന്നത്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. മുന്നത്തെ ജനറേഷനിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്പ്ലേയിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ഏറ്റവും വലിയ ഹൈലൈറ്റ് അവർ കൊടുത്തിരുന്നത് ബ്ലാക്കിന് മാത്രമാണ്. എല്ലാ കമ്പനിക്കാരും OLED ഉണ്ടാക്കിയ യൂസ് ചെയ്യുന്ന TVകൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ സാംസങ്ങും LGയും സോണിയും OLED യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ബാക്കിയുള്ള കമ്പനികളും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല, ഉണ്ട്. പക്ഷെ അവരെല്ലാവരും ഹൈലൈറ്റ് കൊടുത്തിരുന്നത് ബ്ലാക്കിന് വേണ്ടി മാത്രം. പക്ഷേ LG ചിന്തിച്ചിട്ട് അവർ ഔട്ട് ഓഫ് ദ ബോക്സിൽ ഇപ്രാവശ്യം ഗെയിമിംഗ് മോണിറ്റർ, അവർ സ്റ്റാർട്ടിങ് കൊടുത്തത് ഗെയിമിംഗ് മോണിറ്ററാണ്. ആ ഗെയിമിംഗ് മോണിറ്ററിന് ഇപ്പോൾ വൈറ്റിന് സെയിം പ്രിഫറൻസ്, ബ്ലാക്കിൻ്റെ അതേ പ്രിഫറൻസാണ് ഇപ്പോൾ വൈറ്റിനും കൊടുത്തിട്ടുള്ളത്. ഇനി പുതിയ വീഡിയോകളിലൊക്കെ ഇനി നിങ്ങൾക്ക് പോയി കഴിഞ്ഞിട്ട് അവിടെ സ്റ്റോറിലോ അല്ലെങ്കിൽ LGൻ്റെ ഷോറൂമിലോ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ ബ്ലാക്ക് മാത്രമല്ല ഹൈലൈറ്റ് ചെയ്യുക, വൈറ്റ് അടക്കം അവരിതിൽ ഹൈലൈറ്റ് ചെയ്യും. ഇപ്പോൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ LG സംതിങ് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. ഇനി പുതിയ വരുന്ന TVകളിലൊക്കെ ഇനി WOLED ഡിസ്പ്ലേ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇത് HDMI 2.1 2.1 HDMI വരുന്നുണ്ട്, USB
3.0 ആണ് വരുന്നത്. പിന്നെ ഇതിൽ NVIDIAയുടെ G-Syncും AMDൻ്റെ FreeSyncും ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ വേറൊരു പ്രത്യേകത കൂടെ ഇതിൽ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റും. 15 ഡിഗ്രി നമുക്ക് ഹൈറ്റ് കൂട്ടി വെക്കാനും പറ്റും. അതേപോലെ സ്വൈവൽ എന്ന് പറയും, അതായത് നമുക്ക് ലൈക്ക് 30 ഡിഗ്രി റൈറ്റ് അല്ലെങ്കിൽ 30 ഡിഗ്രി ലെഫ്റ്റിലേക്കോ നമുക്ക് അതിനെ ടിൽറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് അവരിട്ടിട്ടുണ്ട് $1000 ഈ ഒരു ഗെയിമിംഗ് മോണിറ്ററിന് ഒരു പ്രൈസ് ഇട്ട്. അതും 27 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. വൈറ്റ് OLED ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. അബ്സല്യൂട്ട്ലി ബീസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം, വിശേഷിപ്പിക്കാം ഈ ഒരു ഗെയിമിംഗ് മോണിറ്ററിനെ. ലാസ്റ്റത്തെ ടെക് ന്യൂസിലേക്ക് കടന്നാൽ ലാസ്റ്റത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് സോണിയുടെ സൈഡിൽ നിന്നാണ്. സോണി ഒരു പുതിയ ഒരു ഫ്ലാഗ്ഷിപ്പ് ക്യാമറ സെൻസർ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. 24.5-ൻ്റെ IMX925 ഗ്ലോബൽ ഷട്ടർ സെൻസറാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. 445 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു ഷട്ടറാണ് ഈ IMXൻ്റെ 925 എന്ന് പറയുന്ന ഈ ഒരു പുതിയ സെൻസർ. അതും ബാക്ക് ഇലുമിനേറ്റഡ് സ്റ്റാക്ഡ് സെൻസറും കൂടിയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റോളിംഗ് ഷട്ടർ എന്ന് പറഞ്ഞ സാധനം ഇതിൽ ഉണ്ടാവില്ല. അത്ര ഹൈ ഫ്രെയിംസ് പെർ സെക്കൻഡിൽ നമുക്ക് ഫുട്ബോള്, ഗോൾഫ്, ഹോക്കി, ബാസ്കറ്റ് ബോള് എല്ലാ ക്രൈറ്റീരിയയിലുള്ള ഫോട്ടോസ് നമുക്ക് ഇതിൽ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ എന്ന് പറയുന്നത് 393 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ നമുക്ക് 10 ബിറ്റും 8 ബിറ്റിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് അടക്കം ഇതിൽ ചെയ്യാൻ പറ്റും. അതൊരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പിന്നെ അതൊരു പ്രത്യേകത, ഇത് കോമ്പാക്റ്റ് ഡിസൈനാണ് ഈ ഒരു ചിപ്സെറ്റ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് ഇതിൽ വിശേഷിപ്പിക്കാം. ലാസ്റ്റത്തെ ഒരു കാര്യം കൂടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നോയ്സ് ഇംപ്രൂവ്മെൻറ്റ് ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നല്ല രീതിയിൽ ഇംപ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് സോണി അവകാശപ്പെടുന്നത്. നേരത്തെ സോണിയുടെ A93-ൽ ലോ ലൈറ്റ് കണ്ടീഷൻസ് ഇറ്റ് വാസ് നോട്ട് അപ്പ് ടു ദ മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയാണ് സോണി A1 സീരീസ് ടോപ്പായി. കാരണം ലോ ലൈറ്റിലും ഹൈലൈറ്റ് കണ്ടീഷൻസിലും A1 ടോപ്പായിരുന്നു. പക്ഷേ ഹൈലൈറ്റ് കണ്ടീഷൻസിൽ A93 വാസ് ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ലോ ലൈറ്റ് കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ A93 വാസ് നോട്ട് അപ്പ് ടു ദ റിസൾട്ട് ലോ ലൈറ്റ് കണ്ടീഷൻസ്. അവിടെയാണ് അവർ ഭയങ്കര പ്രോബ്ലമാറ്റിക് അവർ ഗ്ലോബൽ ഷട്ടറിൽ ഫേസ് ചെയ്ത്. അതവർ തീർച്ചയായിട്ടും അവർ പഠിച്ച് അവർ പുതിയ സെൻസർ IMX925 എന്ന് പറയുന്ന സെൻസറിൽ ഗ്ലോബൽ ഷട്ടർ വെച്ചിട്ട് ഇറങ്ങുന്ന ആ സെൻസറിൽ ഈവൻ ലോ ലൈറ്റ് പെർഫോമൻസ് അവർ ഹൈലി ഇംപ്രൂവ്മെൻ്റ് അവർ ചെയ്തിട്ടുണ്ട് എന്നാണ് സാംസങ് അവകാശപ്പെടുന്നത്. കയ്യിൽ സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാർക്കറ്റ് പിടിക്കാനുള്ള വേറൊരു ലെവൽ രീതിയിലാണ് ഇപ്പോൾ സോണി ഇറങ്ങിയിട്ടുള്ളത്. കസ്റ്റമർ ഫീഡ്ബാക്ക് അവരിപ്പോൾ ശരിക്കും അവർ എടുത്തിട്ടാണ് ഇപ്പോൾ അവർ റിസൾട്ട് നമ്മളെ മുന്നിൽ ഇപ്പോൾ തരണം. പറയണത് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ഷട്ടറൈസ് വേറെ റേഞ്ചിലേക്ക് മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഹൈ പ്രൊഫഷണൽസ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അമർച്വർ ഫോട്ടോഗ്രാഫേഴ്സിനും ഇത് വലിയ ഉപകാരപ്പെടും. അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിനെ കുറിച്ചിട്ട് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിലും ഇത് ജസ്റ്റ് നിങ്ങളൊരു അറിവായിട്ട് നിങ്ങൾ എടുക്കുക. കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയർ ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.